അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, കൃതികൾ, അവയുടെ കർത്താക്കൾ. ഈ ഒരു സെക്ഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് പാട്ട് സാഹിത്യമാണ്. ആദ്യ സാഹിത്യ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് പാട്ട് സാഹിത്യമാണ്. പാട്ട് സാഹിത്യത്തിന്റെ ലക്ഷണങ്ങൾ നിർണയിച്ചിരുന്ന കൃതി ലീലാതിലകമാണ്. അപ്പൊ ഈ കൃതിയിൽ പറയുന്ന ലക്ഷണങ്ങൾ പാലിക്കുന്നവയാണ് പാട്ട് സാഹിത്യത്തിന്റെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ വ്യക്തിയാണ് കാൽ ഡെൽ. ആ പേര് ഓർത്ത് വെച്ചോളൂ. മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയത് കാൽഡെൽ ആണ്. കാൽഡെൽ. ഇനി ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് ആദ്യമായി വിവർത്തനം ചെയ്തത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ലീലാതിലകം പൂർണ്ണമായും മലയാളത്തിലേക്ക് ആദ്യം വിവർത്തനം ചെയ്തത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ഇനി മലയാളത്തിലെ ആദ്യത്തെ പാട്ടുകൃതി ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് രാമചരിതമാണ്. മലയാളത്തിലെ ആദ്യത്തെ പാട്ടുകൃതി എന്നറിയപ്പെടുന്നത് ഏതാണ്? രാമചരിതമാണ്. രാമചരിതത്തിന്റെ കർത്താവ് അതാരാണ്? ചീരാമ കവിയാണ് അതിന്റെ കർത്താവ്. ചീരാമ കവിയാണ് അതിന്റെ കർത്താവ്. ഇനി രാമചരിതത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്ന പേരുകളാണ് പടലങ്ങൾ. നമ്മൾ പടല തിരിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ രാമചരിതത്തിലെ അധ്യായങ്ങൾ അറിയപ്പെടുന്ന പേരുകളാണ് പടലങ്ങൾ. ഇനി രാമചരിതം രചിച്ചത് രാമായണത്തിലെ ഏത് കാണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? രാമായണത്തിന് പല പല കാണ്ഡങ്ങളുണ്ട് അല്ലെ? അതിലെ ഏത് കാണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാമചരിതം രചിച്ചത്? ഏതാണ്? യുദ്ധകാന്ഡം അടിസ്ഥാനപ്പെടുത്തിയാണ് രചിച്ചിട്ടുള്ളത്. ഇനി കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം തുടങ്ങിയത് ആരുടെ വരവോടുകൂടിയാണ്? കണ്ണശാന്മാർ എന്നറിയപ്പെടുന്നവരുടെ വരവോടുകൂടിയാണ് കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം തുടങ്ങിയത്. നമ്മൾ ഹിന്ദി ഭാഷയിലൊക്കെ ഭക്തി പ്രസ്ഥാനം പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഭക്തി പ്രസ്ഥാനം തുടങ്ങിയത് കണ്ണശാന്മാരുടെ വരവോടുകൂടിയാണ്. ഈ കണ്ണശാന്മാർ എന്ന് പറയുന്ന അവരുടെ മറ്റൊരു പ്രധാന പേരാണ് നിരണം കവികൾ. നിരണം കവികൾ. ഈ നിരണം കവികള് ജീവിച്ചിരുന്ന കേരളത്തിലെ ഗ്രാമമാണ് നിരണം. അത് തിരുവല്ലയിലുള്ള സ്ഥലമാണ് നിരണം. ഓക്കെ, കണ്ണശാന്മാർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നിരണം കവികൾ. ഇവര് ജീവിച്ചിരുന്ന ഗ്രാമമാണ് നിരണം, തിരുവല്ല. ഇനി മലയാള സാഹിത്യത്തെ മണിപ്രവാളത്തിൽ നിന്ന് മോചിപ്പിച്ച കവികളാണ് കണ്ണശന്മാർ. ഈ മണിപ്രവാളം എന്ന് പറയുന്നത് സംസ്കൃതത്തില് എഴുതപ്പെട്ടിരുന്ന കൃതികളാണ്. അറിയാമെന്ന് വിചാരിക്കുന്നു മണിപ്രവാളം. അപ്പൊ ഈ മലയാള സാഹിത്യത്തിനെ സംസ്കൃതത്തിന്റെ ഒരു ആധിപത്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ മണിപ്രവാളം എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്ന് മോചിപ്പിച്ച കവികളാണ് കണ്ണശാന്മാർ. ഈ കണ്ണശ രാമായണം അതൊരു കൃതിയാണ്. അത് എഴുതിയത് ആരാണ്? രാമപ്പണിക്കരാണ് എഴുതിയത്. കണ്ണശ രാമായണം എഴുതിയത് രാമപ്പണിക്കർ. നിരണം കവികൾ എന്നറിയപ്പെടുന്നവർ, നിരണം കവികൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടല്ലോ, അതാരൊക്കെയാണ്? രാമപ്പണിക്കർ, മാധവപണിക്കർ, ശങ്കരപ്പണിക്കർ. 3 പേരാണ്. രാമപ്പണിക്കർ, മാധവപണിക്കർ, ശങ്കരപ്പണിക്കർ. ഓക്കെ, ഇവര് 3 പേരെയും ചേർന്നാണ് നമ്മൾ നിരണം കവികൾ എന്ന് പറയുന്നത്. ഇനി വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? വെൺമണി അച്ഛൻ നമ്പൂതിരി, വെൺമണി മഹൻ നമ്പൂതിരി. ഇവര് രണ്ടുപേരെയുമാണ് വെൺമണി കവികൾ എന്നറിയപ്പെടുന്നത്. ഇനി കണ്ണശ ഭാരതം രചിച്ചത് ആരാണ്? രാമപ്പണിക്കരാണ്. ഇവിടെ കണ്ണശ രാമായണം പറഞ്ഞു, അതാരാണ് എഴുതിയത്? രാമപ്പണിക്കരാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിനെ അടുപ്പിച്ചു തരാം, അപ്പൊ പഠിക്കാൻ എളുപ്പമുണ്ടാവുമല്ലോ. കണ്ണശ രാമായണം രചിച്ചതാരാണ്? രാമപ്പണിക്കരാണ്. കണ്ണശ ഭാരതം രചിച്ചതും ആരാണ്? രാമപ്പണിക്കരാണ്. ഇനി ഭാരതമാല എന്ന കൃതി രചിച്ചതാരാണ്? അത് നമ്മളിപ്പോ തന്നെ പറഞ്ഞ ഈ ഒരു കണ്ണശ കവികൾ എന്നതിൽ ഉൾപ്പെടുന്ന ശങ്കരപ്പണിക്കരാണ്.
ഈ ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഈ കണ്ണശ കവികളിൽ ഉൾപ്പെടുന്ന മാധവ പണിക്കരാണ്. ഓക്കെ, ഇവരുടെ 3 പേരുടെയും കൃതികളുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കണ്ണശ രാമായണം എഴുതിയത് ആരാണ്? രാമപണിക്കരാണ്. കണ്ണശ ഭാരതം രചിച്ചത് രാമപണിക്കരാണ്. ഭാരതമാല രചിച്ചത് ആരാണ്? ശങ്കരപ്പണിക്കരാണ്. പിന്നെ ഭഗവത്ഗീത ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് മാധവ പണിക്കരാണ്. ഇത്രയും വരെ പറഞ്ഞത് ഓക്കെയാണല്ലോ അല്ലെ? എല്ലാവർക്കും കേൾക്കാൻ പറ്റിയല്ലോ? അടുത്തേക്ക് കിടക്കാണ്. 13ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യ പ്രസ്ഥാനമാണ് മണിപ്രവാളം. മണിപ്രവാള സാഹിത്യത്തിലെ പ്രധാന ഭാഷകൾ മലയാളവും സംസ്കൃതവുമാണ്. അപ്പൊ സംസ്കൃതം കലർന്ന മലയാള ഭാഷാ സാഹിത്യമാണ് മണിപ്രവാളം. മണിപ്രവാളം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മുത്തും പവിഴവും എന്നാണ് മണിപ്രവാളം. ഈ മണിപ്രവാളത്തിലെ ആദ്യകാല കൃതികൾ അല്ലെങ്കിൽ പ്രാചീന മലയാള ചമ്പുക്കൾ, ഈ സംസ്കൃതമൊക്കെ പഠിച്ചവർക്ക് അറിയാം, ചമ്പു പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് അതൊരു സ്പീച്ച് ഉണ്ട്. അപ്പോ അങ്ങനെ മലയാളത്തിലെ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ ഈ മണിപ്രവാള സാഹിത്യത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ചമ്പുക്കൾ നോക്കിയേ: ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം. ഇത് 3ഉമാണ് ആദ്യകാല കൃതികൾ. ഇനി മലയാളത്തിലെ ആദ്യ മണിപ്രവാള കൃതിയും ആദ്യ ചമ്പു കൃതിയുമായ ഉണ്ണിയച്ചി ചരിതത്തിന്റെ കർത്താവ് ആരാണ്? ഉണ്ണിയച്ചി ചരിതത്തിന്റെ കർത്താവ് ദേവൻ ചിരികുമാരൻ. അതിനെ ദേവൻ ശ്രീകുമാരൻ എന്നും പറയപ്പെടുന്നുണ്ട്. ചിരികുമാരൻ, ശ്രീകുമാരൻ കേട്ടോ. അപ്പൊ അത് പണ്ടത്തെ ആ മലയാള ഭാഷയുടെ ഒരു ഉപയോഗത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് ആ പേര് 2 രീതിയിൽ വരുന്നത്. അപ്പോ മലയാളത്തിലെ ആദ്യ മണിപ്രവാള കൃതിയും ആദ്യ ചമ്പു കൃതിയും രണ്ടും ഏത് തന്നെയാണ്? ഉണ്ണി ചിരുതേയി ചരിതം. അത് എഴുതിയത് ആരാണ്? ദേവൻ ശ്രീകുമാരൻ. ഇനി നളചരിതം ആട്ടക്കഥ, അത് രചിച്ചതാരാണ്? നളചരിതം ആട്ടക്കഥ എല്ലാവർക്കും അറിയാം, ഉണ്ണായി വാര്യരാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത്. ആരെയും അനുകരിക്കാത്ത, ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? അത് മറ്റാരല്ല, ഉണ്ണായി വാര്യരാണ്. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി മലയാള അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ് ആദ്യമായിട്ട് മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ടത്. ഇനി സംക്ഷേപ വേദാർത്ഥം രചിച്ചതാരാണ്? ക്ലെമന്റ് പിയനോസ് ആണ് ഇത് രചിച്ചിട്ടുള്ളത്. ക്ലെമന്റ് പിയനോസ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചതാരാണ്? രാമപുരത്ത് വാര്യരാണ്. വഞ്ചിപ്പാട്ട് രചിച്ചിരിക്കുന്ന വൃത്തം, ആ വൃത്തത്തിന് പറയുന്ന പേര് നോക്കി വെച്ചോളൂ. നദോന്നത. നദോന്നത. വഞ്ചിപ്പാട്ട് രചിച്ചിരിക്കുന്ന വൃത്തത്തിന് പറയുന്ന പേരാണ് നദോന്നത. ഇനി കാസർഗോഡ് ജില്ലയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പാട്ടുകൃതിയാണ് തിരുനിഴൽ മാല. തിരുനിഴൽ മാല ഏത് ജില്ലയിൽ നിന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്? കാസർഗോഡ് ജില്ലയിൽ നിന്നും. ഒരു പ്രാദേശിക ഭാഷയിൽ അർത്ഥശാസ്ത്രത്തിനുണ്ടായ ആദ്യ വ്യാഖ്യാനമാണ് ഭാഷാ കൗടലീയം. ഭാഷാ കൗടലീയം എന്ന് പറയുന്നത് നമ്മുടെ മലയാള ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രാദേശിക ഭാഷയിൽ ആദ്യമായിട്ട് കൗടില്യന്റെ അർത്ഥശാസ്ത്രം, അതിനുണ്ടായ വ്യാഖ്യാനം, അതിന് പറയുന്ന പേരാണ് ഭാഷാ കൗടലീയം. ഇനി മലയാള പദങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള കാവ്യരചനാ രീതിനെ പറയുന്ന പേരാണ് പച്ചമലയാള പ്രസ്ഥാനം. ഈ പച്ചമലയാള പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി എന്ന് പറയുന്നത് നല്ല ഭാഷയാണ്. നല്ല ഭാഷ. ആ കൃതിയുടെ പേരാണ് നല്ല ഭാഷ. അത് എഴുതിയ ആളുടെ പേരെന്താന്ന് നോക്കിയോളൂ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഇനി ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് മലയാള ഗദ്യത്തിന്റെ പിതാവ്. ഇനി ഉമാകേരളം, വാൽമീകി രാമായണം, കേരള പാണിനീയം എന്നിവയ്ക്ക് അവതാരിക എഴുതിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്.
മയൂര സന്ദേശം രചിച്ചത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് മയൂര സന്ദേശം. ഇനി KC കേശവപിള്ളയുടെ മഹാകാവ്യമായിട്ടുള്ള കേശവീയം. ഓക്കെ, KC കേശവപിള്ളയുടെ മഹാകാവ്യമാണ് കേശവീയം. ഇതാണ് മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം. മലയാളത്തിലെ ഏറ്റവും ചെറിയ മഹാകാവ്യം ഏതാണ്? കേശവീയമാണ്. എഴുതിയതാരാണ്? KC കേശവൻ പിള്ള. ഓക്കെ, നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് കിടക്കാൻ പോകും. കണ്ണുനീർ തുള്ളി എന്ന വിലാപ കാവ്യം രചിച്ചത് ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോനാണ് കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത്. ഇപ്പൊ നമ്മൾ ഏകദേശം 3 പേജോളം കവർ ചെയ്തിട്ടുണ്ട് അല്ലെ? വായിച്ചെത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു കാര്യം ചെയ്തോളൂ, ഈ 3 പേജുകള് ഒരു തവണ കൂടി ഒന്ന് വായിക്കാം. 3 പേജ് ഒരു തവണ കൂടി ഒന്ന് വായിക്കാം. ഏകദേശം 3 മിനിറ്റ് സമയമാണ് ഇതിനാകെ ആവശ്യം വരിക. അതുകൊണ്ട് ഈ സമയം ഉപയോഗിച്ച് എല്ലാവരും ഒന്ന് വായിക്കാം. ഇനി നമ്മള് നോക്കാം, നമ്മൾ പഠിച്ചിട്ടുള്ള 3 പ്രധാന കവികളുണ്ട്. ഉള്ളൂര്, ആശാൻ ഉള്ളൂർ, വള്ളത്തോൾ അല്ലെ? ഇവര് 3 പേരെയും കുറിച്ച് പഠിക്കാതെ എന്തായാലും ഈ സെക്ഷൻ മുന്നോട്ട് പോയി. അതിലെ ആദ്യത്തെ കവി ഉള്ളൂർ. ഉള്ളൂർ രചിച്ച പച്ച മലയാള കൃതിയാണ് ഒരു നേർച്ച. ഉള്ളൂർ എഴുതിയിട്ടുള്ള ചമ്പുവാണ് സുജാതോ ദാഹം. ഉള്ളൂർ രചിച്ചിട്ടുള്ള നാടകമാണ് അമ്പ. ഇത് ചോദിച്ചു കണ്ടത് കേട്ടാ. ഉള്ളൂർ രചിച്ചിട്ടുള്ള നാടകമാണ് അമ്പ. ഉള്ളൂർ രചിച്ചിട്ടുള്ള മഹാകാവ്യമാണ് ഉമാകേരളം. ഇത് രണ്ടും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് കേട്ടോ. പണ്ഡിതനായ കവി എന്ന് അറിയപ്പെടുന്ന കവിയാണ് ഉള്ളൂർ. പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്നു. ഇനി അടുത്തത് കേരള സാഹിത്യ ചരിതം എഴുതിയതാരാണ്? കേരള സാഹിത്യ ചരിതം അത് എഴുതിയത് ഉള്ളൂരാണ്. ഉള്ളൂർ. ഇനി അമേരിക്കൻ വനിതയായിട്ടുള്ള കാതറിൻ മേയോട് ഭാരത സ്ത്രീത്വത്തിന്റെ മഹത്വം വിശദീകരിക്കുന്ന ഉള്ളൂരിന്റെ കൃതിയാണ് ചിത്രശാല. അമേരിക്കൻ വനിതയായിട്ടുള്ള കാതറിൻ മേയോട് ഭാരത സ്ത്രീത്വത്തിന്റെ മഹത്വം വിശദമാക്കുന്ന ഉള്ളൂരിന്റെ കൃതിയാണ് ചിത്രശാല. മറ്റു കൃതികൾ നോക്കുക: ഹീര, പിങ്കള, കർണഭൂഷണം, ചിത്രശാല, ഭക്തിദീപിക, പ്രേമസംഗീതം, കേരള സാഹിത്യ ചരിത്രം, ഉമാകേരളം മഹാകാവ്യം. ഓക്കെ, അടുത്തത് നോക്കുക. വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസിനെ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? നാലപ്പാട്ട് നാരായണ മേനോനാണ്. ബാലാമണി അമ്മയുടെ ലോകാന്തരങ്ങളിൽ എന്ന കൃതി ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണ്? നാലാപ്പാട്ട് നാരായണ മേനോന്റെ. അപ്പൊ നാലാപ്പാട്ട് നാരായണ മേനോൻ എന്ന പേര് നമ്മൾ 3 തവണ കേട്ടു അല്ലെ? ഏതൊക്കെയാണ്? കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചതാരാണ്? ആരാണ്? നാലാപ്പാട്ട് നാരായണ മേനോനാണ്. അതിനുശേഷം കണ്ടത് എന്താണ്? വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന പുസ്തകത്തിനെ പാവങ്ങൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരാണ്? നാലാപ്പാട്ട് നാരായണ മേനോനാണ്. ബാലാമണി അമ്മയുടെ ലോകാന്തരങ്ങളിൽ എന്നുള്ള കൃതി ആരുടെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണ്? നാലാപ്പാട്ട് നാരായണ മേനോന്റെ നിര്യാണത്തെ ആസ്പദമാക്കി രചിച്ചതാണ്. ഇനി അടുത്ത കവിയെ കുറിച്ച് നോക്കാം. ഇടശ്ശേരി. ഇടശ്ശേരിയുടെ പ്രസിദ്ധമായ നാടകമാണ് കൂട്ടുകൃഷി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പേരാണ് കൂട്ടുകൃഷി അല്ലെ? വികാര തീവ്രമായ കവിതയിലൂടെ
മലയാളത്തിൽ ശ്രദ്ധ നേടിയ ചങ്ങമ്പുഴയുടെ സമകാലീനായ കവിയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇടപ്പള്ളി രാഘവൻ പിള്ളയെ കുറിച്ച് ചങ്ങമ്പുഴ എഴുതിയ വിലാപ കാവ്യമാണ് രമണൻ. ഇനി ഗീതാ ഗോവിന്ദത്തിന് ചങ്ങമ്പുഴ രചിച്ച വിവർത്തനം അറിയപ്പെടുന്ന പേരാണ് ദേവഗീത. ദേവഗീത. ഗീതാ ഗോവിന്ദത്തിന്റെ മലയാള പരിഭാഷയാണ് ഭാഷാഷ്ടപതി. ഗീതാ ഗോവിന്ദത്തിന്റെ മലയാള പരിഭാഷയാണ് ഭാഷാഷ്ടപതി. ഇനി ചങ്ങമ്പുഴ എഴുതിയിട്ടുള്ള നോവലാണ് കളിത്തോഴി. ചങ്ങമ്പുഴ എഴുതിയിട്ടുള്ള നോവലാണ് കളിത്തോഴി. ഈ കവികള് നോവൽ എഴുതിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരുടെ നോവൽസിന്റെ പേരുകൾ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. നമ്മളിവിടെ തൊട്ട് മുമ്പ് ഇടശ്ശേരിയുടെ നാടകം പറഞ്ഞു, കൂട്ടുകൃഷി. ചങ്ങമ്പുഴ എഴുതിയ നോവലാണ് കളിത്തോഴി. ഇനി ഹിമാലയ യാത്രയുടെ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ വിവരിക്കുന്ന MP വീരേന്ദ്രകുമാറിന്റെ ഒരു യാത്രാ വിവരണ ഗ്രന്ഥമാണ് ഹൈമവതഭൂമി. ഈ ഒരു ഗ്രന്ഥത്തിന് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കൈരളിയുടെ കഥ എന്ന സാഹിത്യ ചരിത്ര ഗ്രന്ഥം എഴുതിയത് N കൃഷ്ണപിള്ളയാണ്. N കൃഷ്ണപിള്ള. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള കൃതിയാണ് കേരള ഭാഷാ സാഹിത്യ ചരിത്രം. ഇത് എഴുതിയതാരാന്ന് പറഞ്ഞത്? കേരള ഭാഷാ സാഹിത്യ ചരിത്രം എഴുതിയതാരാണ്? പറഞ്ഞിട്ടില്ല അല്ലെ? നോക്കാം നമുക്ക്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ, നേരത്തെ പറഞ്ഞ കൃതി ഏതാണെന്നാണ്, ഇപ്പൊ പറഞ്ഞത് നോവൽ. ഏത് നോവലിനാണ് ആദ്യമായിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ലഭിച്ചത്? ചെമ്മീൻ. അത് എഴുതിയതാരാണ്? തകഴി ശിവശങ്കരൻ പിള്ള. തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിന്റെ പശ്ചാത്തലമായിട്ടുള്ള കടപ്പുറം ഏതാണ്? പുറക്കാട് കടപ്പുറമാണ്. പുറക്കാട് കടപ്പുറത്തിന്റെ പ്രത്യേകത എന്താ? ചാകരയ്ക്ക് പ്രസിദ്ധമായ കടപ്പുറമാണ് പുറക്കാട്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചോളൂ, പുറക്കാട് കടപ്പുറം. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴി ശിവശങ്കരൻ പിള്ളയാണ്. തകഴി ശിവശങ്കരൻ പിള്ള. തകഴിയുടെ കയർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? N ശ്രീകണ്ഠൻ നായർ. അപ്പൊ തകഴിയുടെ മറ്റൊരു കൃതി നമ്മൾ കാണുന്നു, കയർ. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് N ശ്രീകണ്ഠൻ നായർ. മലയാള ഗ്രന്ഥസൂചി പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമിയാണ് മലയാള ഗ്രന്ഥ സൂചി പുറത്തിറക്കുന്നത്. ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന കൃതി രചിച്ചതാരാണ്? P ഭാസ്കരനാണ്. നമ്മൾ സിനിമയിലൊക്കെ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട് P ഭാസ്കരന്റെ. അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് ഒറ്റക്കമ്പിയുള്ള തമ്പുരു. കേരള പാണിനീയം രചിച്ചതാരാണ്? AR രാജരാജവർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? AR രാജരാജവർമ്മയാണ്. കുമാരനാശാന്റെ കൃതിയാണ് നളിനി. അതിന് അവതാരിക എഴുതിയതാരാണ്? AR രാജരാജവർമ്മയാണ്. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമായ മലയവിലാസം രചിച്ചതാരാണ്? AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മ നളചരിതത്തിന് രചിച്ച വ്യാഖ്യാനമാണ് കാന്താര താരകം. കാന്താര സിനിമ ഓർമ്മയുണ്ടല്ലോ, കാന്താര താരകം. അത് നളചരിതത്തിന് AR രാജരാജവർമ്മ രചിച്ച വ്യാഖ്യാനമാണ്. ഇനി വിലാപ കാവ്യ പ്രസ്ഥാനത്തിലെ ആദ്യ മൗലിക കൃതി, അത് ഒരു വിലാപം എന്നുള്ള കൃതിയാണ്. എഴുതിയാളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? CS സുബ്രഹ്മണ്യൻ പോറ്റിയാണ്. ഇനി CV രാമൻപിള്ള രചിച്ച സാമൂഹിക നോവലാണ് പ്രേമാമൃതം. CV രാമൻപിള്ള രചിച്ച സാമൂഹിക നോവലാണ് പ്രേമാമൃതം. സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പരിഭാഷപ്പെടുത്തിയ കൃതിയാണ് ശാകുന്തളം. ഇനി മലയാളത്തിലെ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവലാണ് പറങ്ങോടി പരിണയം. പറങ്ങോടി പരിണയം. ഇത് എഴുതിയത് കിഴക്കേപ്പാട്ട് രാമൻ മേനോനാണ്. കിഴക്കേപ്പാട്ട് രാമൻ മേനോൻ. അപ്പൊ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവൽ ഏതാന്ന് ചോദിക്കാം. അത് എഴുതിയത് ആരാന്ന് വേണമെങ്കിലും ചോദിക്കാം. രണ്ടും അറിഞ്ഞിരിക്കണം. ആദ്യത്തെ നോവൽ, ആക്ഷേപഹാസ്യ നോവൽ എന്ന് പറയുന്നത് പറങ്ങോടി പരിണയം. അത് എഴുതിയത് ആരാണ്? കിഴക്കേപ്പാട്ട് രാമൻ മേനോൻ.
കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവലാണ് മരണ സർട്ടിഫിക്കറ്റ്. ഇനി ബുദ്ധചരിതം എന്ന ആട്ടകഥ രചിച്ചതാരാണ്? ബുദ്ധചരിതം എന്ന ആട്ടകഥ രചിച്ചതാരാണ്? NV കൃഷ്ണ വാര്യരാണ്. വാസനാവികൃതി, ഇതൊരു ചെറുകഥയാണ്. വാസനാവികൃതി അത് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനി എന്ന മാസികയിലാണ്. വിദ്യാവിനോദിനി എന്ന മാസികയിലാണ്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്നറിയപ്പെടുന്നത് ഏതാണ്? വാസനാവികൃതിയാണ് മലയാളത്തിലെ ആദ്യ ചെറുകഥ. വാസനാവികൃതിയുടെ കർത്താവ് ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാൽമീകി. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് വള്ളത്തോളാണ്. കേരള കലാമണ്ഡലം സ്ഥാപിച്ച മഹാകവിയാണ് വള്ളത്തോൾ. ഇനി വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് വള്ളത്തോൾ രചിച്ച കവിതയാണ് കൃഷ്ണപരുന്തിനോട്. മറ്റു കൃതികൾ നോക്കിക്കോളൂ. ബദിരവിലാപം, സാഹിത്യമഞ്ജരി, അച്ഛനും മകളും, കൊച്ചു സീത, ശിഷ്യനും മകനും, മഗ്ദല മറിയം, ചിത്രയോഗം, അതൊരു മഹാകാവ്യാണ്. ബന്ധനസ്ഥനായ അനിരുദ്ധൻ. ഇത്രയാണ് വള്ളത്തോളിന്റെ പ്രധാന കവിതകൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ പേജ് നമ്പർ 8 എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ വായിച്ചു നിർത്തിയ പേജ് തുടങ്ങി ഇപ്പോൾ നിലവിൽ നമ്മൾ വായിച്ചു നിർത്തിയ പോർഷൻ വരെ ഒറ്റ തവണ ഒന്ന് വായിക്കാം. ഓക്കെ, ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയാൽ മതി. വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ കഴിഞ്ഞു എന്നൊന്ന് മെസ്സേജ് ഇടാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്ത് തുടങ്ങാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണേ. വായിക്കാൻ തന്നെ ടൈം നന്നായിട്ട് യൂസ് ചെയ്യാട്ടാ. അടുത്ത നോക്ക. മാപ്പിളപ്പാട്ടിലെ മഹാകവി എന്നറിയപ്പെടുന്നത് ആരാണ്? മോയിൻകുട്ടി വൈദ്യരാണ്. കേരള പഴമ, കേരളോൽപ്പത്തി, പഴഞ്ചൊൽ മാല എന്നിവയുടെ കർത്താവ് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. അൽഫോൻസാമയുടെ മരണവും ശവസംസ്കാരവും എന്ന കഥ എഴുതിയത് സക്കറിയാണ്. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. ആ കൃതിയുടെ പേരാണ് മോഹൻദാസ് ഗാന്ധി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥയായിട്ട് അറിയപ്പെടുന്നത് എൻ്റെ നാടുകടത്തൽ എന്ന കൃതിയാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ എൻ്റെ നാടുകടത്തൽ. അത് എഴുതിയതാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി എന്നുള്ള പത്രത്തിന്റെ പത്രാധിപരായിരുന്നു അല്ലെ രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ഗ്ലിംസസ് ഓഫ് കേരള കൾച്ചർ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അശ്വതി തിരുനാൾ, ഗൗരി ലക്ഷ്മി ബായ്. മൃണാളിനി സാരാഭായിയുടെ ആത്മകഥയായ വോയിസ് ഓഫ് ദ ഹാർട്ടിന്റെ മലയാള പരിഭാഷയാണ് ഹൃദയത്തിന്റെ സ്വരം. അത് എഴുതിയത് കെ രാധാകൃഷ്ണ വാര്യരാണ്. നവയുഗ ശില്പി രാജ രവിവർമ്മ എന്ന കൃതിയുടെ രചയിതാവാണ് പന്മന രാമചന്ദ്രൻ നായർ. പന്മന രാമചന്ദ്രൻ നായർ. ഈ ശരീരത്തിൽ ഒതുങ്ങുന്നില്ല ഞാൻ എന്ന ഗ്രന്ഥം രചിച്ചതാണ് ഡോക്ടർ കെ ബാബു ജോസഫ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള KP അപ്പന്റെ കൃതിയാണ് മധുരം നിന്റെ ജീവിതം. AR രാജരാജവർമ്മയുടെ ഒഥല്ലോ അതിനെ വിവർത്തനം ചെയ്തതാണ് ഉദ്ദാല ചരിത്രം. AR രാജരാജവർമ്മ ഒഥല്ലോ എന്ന കൃതിക്ക് എഴുതിയ വിവർത്തനമാണ് ഉദ്ദാല ചരിതം. ഇനി ബഷീർ. ബഷീർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് അല്ലെ. ബഷീറിന്റെ പ്രധാന കൃതികളുടെ പേരുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്കാണ് കേട്ടോ, മൂക്ക്. ഇത് ബാല്യകാല സഖി, നീല വെളിച്ചം, പ്രേമലേഖനം, മതിലുകൾ, പാത്തുമ്മയുടെ ആട്, വിശപ്പ്, ആനവാരിയും പൊൻകുരിശും, മാന്ത്രിക പൂച്ച, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ, സ്ഥലത്തെ പ്രധാന ദിവ്യ. ഇതൊക്കെയാണ് പ്രധാന കൃതികൾ.
ഇനി NN കക്കാടിന് വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് സഫലമീ യാത്ര. സുഗതകുമാരിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഏത്? അമ്പലമണി. വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അമ്പലമണി. അടുത്ത നോക്കാം. സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് രാത്രിമഴ. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലിൽ തറവാട് ആരുടെ ജന്മഗൃഹമാണ്? സുഗതകുമാരിയുടെ. ഇനി ചന്തുമേനോന്റെ ചന്തുമേനോൻ ചന്തുമേനോന്റെ അപൂർണമായ കൃതിയാണ് ശാരദ. ഇനി മലയാളത്തിലെ ആദ്യ റിയലിസ്റ്റിക് നോവൽ ഏതാണ്? ധൂമകേതുവിന്റെ ഉദയം. അത് എഴുതിയത് സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ. ഇനി KL മോഹനവർമ്മയും മാധവിക്കുട്ടിയും ചേർന്ന് എഴുതിയ നോവലാണ് അമാവാസി. MT വാസുദേവൻ നായരും NP മുഹമ്മദും ചേർന്ന് രചിച്ച നോവലാണ് അറബിപ്പൊന്ന്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും സേതുവും ചേർന്ന് എഴുതിയ നോവലാണ് നവഗ്രഹങ്ങളുടെ തടവറ. ഇനി ഒരു തൊഴിലാളി കേന്ദ്ര കഥാപാത്രമായി വരുന്ന മലയാളത്തിലെ ആദ്യ നോവലാണ് ഓടയിൽ നിന്ന്. അത് എഴുതിയതാരാണ്? P കേശവദേവാണ്. ഓടയിൽ നിന്ന് P കേശവദേവ്. മലയാളത്തിലെ ഏറ്റവും ബൃഹത്തായ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കൃതി അത് അവകാശികളാണ്. എഴുതിയ ആളുടെ പേര് വിലാസിനി. ഏറ്റവും വലിയ നോവൽ അവകാശികൾ, എഴുതിയത് വിലാസിനി. ONVക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് അക്ഷരം. മുത്തശ്ശി എന്ന പേരിൽ നോവൽ എഴുതിയത് ചെറുകാടാണ്. മുത്തശ്ശി എന്ന പേരിൽ കവിത എഴുതിയത് ബാലാമണി അമ്മയാണ്. MK സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. MK സാനുവിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണത്. OV വിജയന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഗുരുസാഗരം. OV വിജയൻ ഗുരുസാഗരം ഓർത്തു വയ്ക്കണം കേട്ടോ. OV വിജയൻ ഗുരുസാഗരം വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ONVക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉപ്പ്. OV വിജയന് നേടിക്കൊടുത്തത് ഗുരുസാഗരം. ONV കുറിപ്പില് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് ഉപ്പ്. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവലാണ് അഗ്നിസാക്ഷി. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. എഴുതിയ ആളുടെ പേര് CV രാമൻപിള്ള. സിനിമയാക്കിയ ആദ്യത്തെ നോവലാണ് മാർത്താണ്ഡവർമ്മ. പൂവമ്പഴം എന്ന പേരിൽ മലയാളത്തിൽ ചെറുകഥ എഴുതിയത് ആരൊക്കെയാണ്? മാധവിക്കുട്ടിയുണ്ട്, ബഷീറുണ്ട്, കാരൂർ നീലകണ്ഠപിള്ളയുണ്ട്. മാധവിക്കുട്ടി, ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള. കേസരി ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് പരാമർശിക്കുന്ന വയലാറിന്റെ കവിതയാണ് മാടവനപ്പറമ്പിലെ ചിത. കേരള കൗമുദി എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചതാരാണ്? കോവുണ്ണി നെടുങ്ങാടി. ഇനി കർണനെ നായകനാക്കി PK ബാലകൃഷ്ണൻ രചിച്ച നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. കാളിദാസനെ നായകനാക്കി ONV രചിച്ച കൃതിയാണ് കാവ്യമാണ് ഉജ്ജയിനി. ഭീമനെ നായകനാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാമൂഴം. ഇനി അങ്കദനെ പ്രധാന കഥാപാത്രമാക്കിയ സാറ ജോസഫ് രചിച്ച നോവലാണ് ഊരുകാവൽ. ഇനി വർണ്ണരാജി, നവതരംഗം എന്നീ നിരൂപണ കൃതികൾ രചിച്ചതാരാണ്? ഡോക്ടർ M ലീലാവതിയാണ്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്ഷൻസിന് അങ്ങനെ വല്ലാണ്ട് സംശയങ്ങൾ വരുന്ന ഒരു സെക്ഷൻ അല്ല. പക്ഷെ പകരം എന്ത് വേണ്ടി വരും? നന്നായിട്ട് വായിക്കേണ്ടതായിട്ട് വരും അല്ലെ? ഇത് എല്ലാം കാണാപ്പാഠം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ടാസ്ക് ആണ്. അപ്പൊ എന്ത് ചെയ്യാ? റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് സമയം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ വായിക്കുക. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴേലും കുറച്ച് സമയം കിട്ടുമ്പോൾ ആദ്യം വായിച്ചതിന്റെ കൂടെ കുറച്ചുകൂടി ഭാഗം ചേർക്കാം. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചാൽ മാത്രമേ ഇപ്പൊ നമ്മൾ വായിക്കുന്ന ചില സെന്റൻസ് ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ വായിക്കുകയാണ്, ഭീമനെ നായകനാക്കി MT വാസുദേവൻ നായർ രചിച്ച നോവലാണ് രണ്ടാമൂഴം. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ഭീമനെ നായകനാക്കിയ രണ്ടാമൂഴം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? അപ്പൊ നമ്മൾ ഉത്തരം എന്ത് പറയണം? MT വാസുദേവൻ നായർ. തിരിച്ചു വേണമെങ്കിൽ ചോദിക്കാം, രണ്ടാമൂഴം
എന്ന MT വാസുദേവൻ നായരുടെ കൃതിയിലെ പ്രധാന കഥാപാത്രന്മാരാണ്? അപ്പൊ നമ്മൾ എന്ത് പറയണം? ഭീമനാന്ന് പറയണം. അപ്പൊ ഇങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്ന രീതിക്ക് നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. അപ്പൊ അതിന് ഒരു തവണ വായിച്ചാൽ പോരാ. ഇപ്പൊ ഞാൻ വായിക്കാൻ സമയം തരുമ്പോൾ ഒരു തവണ വായിക്കാം. അത് കഴിഞ്ഞ് എപ്പോഴൊക്കെയാണോ ഗ്യാപ്പ് കിട്ടുന്നത് അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം? ചെറിയ ചെറിയ പോർഷൻ ആയാലും കുഴപ്പമില്ല, വായിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. പിന്നെ നമുക്ക് നോവലും കഥയും എന്നുള്ളൊരു ചെറിയ സെക്ഷനിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് ഇതുവരെയുള്ള പോർഷൻസ് ഒന്ന് വായിച്ചോളൂ. ഒരു 2-2.5 പേജൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഒന്ന് വേഗം വായിക്കാണ്ട. വായിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണേ കഴിഞ്ഞു ഒന്ന്. അടുത്തത് നോവലും കഥയും. SK പൊറ്റക്കാട് കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന നോവലാണ് വിഷകന്യക. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥയാണ് തലയോട്. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ, കാരണം ഇതിങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി എഴുതിയ തലയോട് എന്ന കഥ എഴുതിയതാരാണ്? അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി ചോദിക്കാറുണ്ട്. മലബാർ ലഹള പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും. എഴുത്തച്ഛന്റെ ജീവിതകഥ ആസ്പദമാക്കി C രാധാകൃഷ്ണൻ എഴുതിയ നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഇന്ദിരാഗാന്ധിയെ മുഖ്യ കഥാപാത്രമാക്കി ജോർജ് ഓണക്കൂർ രചിച്ച നോവലാണ് പർവ്വതങ്ങളിലെ കാറ്റ്. ജോർജ് ഓണക്കൂർ രചിച്ച നോവലാണ് പർവ്വതങ്ങളിലെ കാറ്റ്. ഇനി EMS കുറിച്ച് പരാമർശിക്കുന്ന M മുകുന്ദൻ രചിച്ച കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ. കേശവന്റെ വിലാപങ്ങൾ. ഇബ്ൻ ബത്തൂത്ത കഥാപാത്രമായിട്ട് വരുന്ന ആനന്ദിന്റെ നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ. CP രാമസ്വാമി അയ്യർ കഥാപാത്രമായ തകഴി ശിവശങ്കരൻ പിള്ളയുടെ നോവലാണ് ഏണിപ്പടികൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രചിച്ച നോവലാണ് അമൃതം തേടി. തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പരാമർശിക്കുന്ന സാറ ജോസഫിന്റെ ശ്രദ്ധേയമായ രചനയാണ് നാർമടി പുടവ. നാർമടി പുടവ. പറയിപ്പറ്റ പന്തിരികുലത്തിന്റെ കഥ പറയുന്ന N മോഹനന്റെ നോവലാണ് ഇന്നലത്തെ മഴ. ദസ്താവേസ്കിയുടെ കഥ പറയുന്ന പെരുമ്പടവം ശ്രീധരന്റെ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. നളചരിതം ആസ്പദമാക്കി സുമംഗല രചിച്ച നോവലാണ് അക്ഷഹൃദയം. ഇപ്പൊ എത്രണ്ണായി? കുറച്ചധികം ആയില്ലേ? നമ്മൾ തുടക്കം ഒന്നുകൂടി നോക്കാം. കുടിയേറ്റക്കാരുടെ കഥ പറയുന്ന പുസ്തകം ഏതാണ്? വിഷകന്യക. എഴുതിയതാരാണ്? SK പൊറ്റക്കാട്. അടുത്തത്
പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി എഴുതിയ കവിതയാണ് തലയോട്. അത് എഴുതിയതാരാണ്? തകഴി ശിവശങ്കരൻ പിള്ള. ഇനി മലബാർ ലഹളയെ പശ്ചാത്തലമാക്കി എഴുതപ്പെട്ട കഥയാണ് സുന്ദരികളും സുന്ദരന്മാരും. സുന്ദരികളും സുന്ദരന്മാരും. അത് എഴുതിയത് ഉറൂബ്. ഇനി എഴുത്തച്ഛന്റെ ജീവിതകഥ ആസ്പദമാക്കി എഴുതപ്പെട്ട നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. ഇന്ദിരാഗാന്ധി മുഖ്യ കഥാപാത്രമാക്കി ജോർജ് ഓണക്കൂർ രചിച്ച നോവലാണ് പർവ്വതങ്ങളിലെ കാറ്റ്. EMS കുറിച്ച് പരാമർശിക്കുന്ന എം മുകുന്ദൻ രചിച്ച കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ. ഇബൻ ബത്തൂത്ത കഥാപാത്രമാകുന്ന ആനന്ദിന്റെ നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ. CP രാമസ്വാമി അയ്യർ കഥാപാത്രമായ തകഴി രചിച്ച നോവലാണ് ഏണിപ്പടികൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രചിച്ച നോവലാണ് അമൃതം തേടി. തമിഴ് ബ്രാഹ്മണരുടെ ജീവിതം പരാമർശിക്കുന്ന സാറാ തോമസിന്റെ ശ്രദ്ധേയമായ രചനയാണ് നാർമടിപ്പുടവ. ഇനി പറയിപ്പറ്റ പന്തിരുകുലത്തിന്റെ കഥ പറയുന്ന N മോഹനന്റെ നോവലാണ് ഏത്? ഇന്നലത്തെ മഴ. ഇനി ദസ്താവേസ്കയുടെ കഥ പറയുന്ന പെരുമ്പടവൻ ശ്രീധരന്റെ നോവലാണ് ഒരു സങ്കീർത്തനം പോലെ. ഇത് നമുക്ക് ഏതാനും സ്ഥാപനങ്ങളുടെ മുഖപത്രങ്ങൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെ സ്ഥാപനത്തിന്റെയാണെന്ന് നോക്കാം. വിജ്ഞാന കൈരളി, അത് പുറത്തിറക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. വിജ്ഞാന കൈരളി പുറത്തിറക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇനി അക്ഷര കൈരളി, അത് പുറത്തിറക്കുന്ന ആരാണ്? കേരള സാക്ഷരതാ മിഷനാണ് അക്ഷര കൈരളി പുറത്തിറക്കുന്നത്. ഇനി സാഹിത്യ ലോകം, ഈ മുഖപത്രം പുറത്തിറക്കുന്നത് കേരള സാഹിത്യ അക്കാദമിയാണ്. സാഹിത്യ ലോകം പുറത്തിറക്കുന്നത് കേരള സാഹിത്യ അക്കാദമി. ഇനി ശാസ്ത്ര കേരളം, ഈ ഒരു മാസിക പുറത്തിറക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു മുഖപത്രം പുറത്തിറക്കുന്ന ആരാണ്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ഇനി കേളി, കേളി എന്നുള്ള മുഖപത്രം പുറത്തിറക്കുന്ന ആരാണ്? കേരള സംഗീത നാടക അക്കാദമിയാണ്. കേരള സംഗീത നാടക അക്കാദമിയാണ്. ജനയുഗം, ഇത് ആര് പുറത്തിറക്കുന്നതാണ്? CPIയുടെ പത്രമാണ് ജനയുഗം. ജന്മഭൂമി, അതാരുടെയാണ്? BJPയുടെ പത്രമാണ്. ഇനി കേരള കർഷകൻ, അതാരുടെ മുഖപത്രമാണ്? കേരള കൃഷി വകുപ്പിന്റെ പത്രമാണ്. എഴുത്തോല, എഴുത്തോല ആരുടെയാണ്? മലയാള സർവകലാശാലയുടെയാണ് എഴുത്തോല. സംസ്കാര കേരളം, ഇതാരുടെയാണ്? സംസ്കാര കേരളം കേരള സാംസ്കാരിക വകുപ്പിന്റെയാണ്. അടുത്തത് അരണ്യം. അരണ്യം എന്ന് വെച്ചാൽ കാട് എന്നാണല്ലോ അർത്ഥം. അപ്പൊ കേരള വനം വകുപ്പ്. ഗ്രന്ഥാലോകം, ഗ്രന്ഥാലോകം ഗ്രന്ഥങ്ങൾ കാണുന്നത് എവിടെയാ? ലൈബ്രറിയിലാണ്. അത് വെച്ച് ആലോചിക്കുക. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. ജനപദം, ഇത് പൊതുജന സമ്പർക്ക വകുപ്പാണ് ഇത് പുറത്തിറക്കുന്നത്. തളിര്, കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് തളിര് പുറത്തിറക്കുന്നത്. പുലി, കേരള ഫോക്ലോർ അക്കാദമി പുറത്തിറക്കുന്നതാണ് പുലി. സർവീസ്, NSSന്റെ പത്രമാണ് സർവീസ്. ഗ്രാമഭൂമി, ഇതാരുടെയാണ്? ഗ്രാമവികസന വകുപ്പിന്റെയാണ്. ഭാഷാ സാഹിതി, ഇതാരുടെയാണ്? കേരള സർവകലാശാലയുടേതാണ് ഭാഷാ സാഹിതി. ഇത്രയാണ് നമുക്ക് മുഖപത്രങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? ഇപ്പോ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ വായിച്ചു തന്ന സാധനം നിങ്ങളുടെ നോട്ടിൽ ഉണ്ടാവില്ല, ശരിയല്ലേ? അപ്പൊ അത് ഞാൻ നോട്ട് ഒന്നുകൂടി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. ഇനി മലയാളത്തില് ആദ്യമായിട്ട് പുറത്തിറക്കപ്പെട്ട നോവൽ ഏതാണ്? ലക്ഷണമൊത്ത നോവൽ ഏതാണ്? അങ്ങനെയുള്ള മലയാളത്തിൽ ആദ്യം എന്നുള്ള സെക്ഷനാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. മലയാളത്തിൽ ആദ്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം.
ഒന്നാമത്തെ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലത, എഴുതിയത് അപ്പു നെടുങ്ങാടി. ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് ഇന്ദുലേഖ, എഴുതിയത് ആരാണ്? O ചന്തുമേനോൻ. ഇന്ദുലേഖ ചന്തുമേനോൻ. ഇനി ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ അതേതാണെന്ന് പറയൂ. ആദ്യ കുറ്റാന്വേഷണ നോവൽ ഭാസ്കര മേനോൻ, എഴുതിയതാരാണ്? അപ്പൻ തമ്പുരാനാണ്. ഇനി സൈബർ നോവൽ ഏതാണ്? സൈബർ നോവൽ നൃത്തം എന്നാണ് അതിന്റെ പേര്. അത് എഴുതിയത് M മുകുന്ദനാണ്. പിന്നെ ആക്ഷേപഹാസ്യം, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവൽ എഴുതിയതാരാണ്? പറങ്ങാടി പരിണയം എന്നാണ് അതിന്റെ പേര്. എഴുതിയത് കിഴക്കേപ്പാട്ട് രാമൻ മേനോൻ. ആദ്യത്തെ ഓഡിയോ നോവൽ എഴുതിയത് ഇതാണ് എന്റെ പേര്, എഴുതിയത് സക്കറിയാണ്. പിക്കാറസ് നോവൽ എഴുതിയത് ബിരുദൻ ശങ്കു, പിക്കാറസ് നോവൽ എന്നറിയപ്പെടുന്നത് ബിരുദൻ ശങ്കു ആണ്. എഴുതിയത് കാരാട്ട് അച്യുതമേനോൻ. ആദ്യത്തെ രാഷ്ട്രീയ നോവൽ പാറപ്പുറത്ത് എന്നുള്ളതാണ്. എഴുതിയത് നാരായണ കുരുക്കൾ. ഇത് ഗുരു ആണോ എന്ന് എനിക്കും ഒരു സംശയമുണ്ട്, പക്ഷെ കുരുക്കൾ എന്നാണ് കണ്ടത് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. നോക്കാം. ആദ്യത്തെ ആന്റി നോവൽ ഏതാണ്? ആന്റി നോവൽ പാത്തുമ്മയുടെ ആടാണ്. അത് എഴുതിയത് ബഷീറാണ്. അധസ്ഥിതരുടെ കഥ പറയുന്ന നോവൽ ഏതാണ്? അധസ്ഥിതരുടെ കഥ പറഞ്ഞ നോവല് സരസ്വതി വിജയം, എഴുതിയത് പോത്തേരി കുഞ്ഞമ്പു. ഇനി ബോധധാര നോവൽ സ്വർഗ ദൂതനാണ് ബോധധാര നോവൽ. എഴുതിയതാരാണ്? പൂഞ്ഞിക്കര റാഫി. വനിത രചിച്ച അപസർപ്പക നോവലാണ് സിൽവർ ജെയിംസ്. ഭദ്ര N മേനോനാണ് അത് എഴുതിയത്. മഹാകാവ്യം രാമചന്ദ്ര വിലാസം, എഴുതിയതാരാണ്? അഴകത്ത് പത്മനാഭക്കുറുപ്പാണ്. യാത്രാ വിവരണം വർത്തമാന പുസ്തകം എന്നുള്ളതാണ് ആദ്യത്തെ യാത്രാ വിവരണം. എഴുതിയതാരാണ്? പാറേമാക്കൽ തോമാ കത്തനാർ. ആദ്യത്തെ ആത്മകഥ എഴുതിയതാരാണ്? ആത്മകഥ എന്ന് തന്നെയായിരുന്നു അതിന്റെ പേര്. എഴുതിയാണ് വൈക്കം പാച്ചു മൂത്തത്. സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, ഇളയാളുണ്ടാവും അല്ലെ? പാച്ചു മൂത്തത്. ഇനി മലയാളത്തിലെ പ്രധാന നാടകങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. മലയാളത്തില് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പ്രധാന നാടകങ്ങൾ ഏതൊക്കെയാ നോക്കാം. എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു പേര് ഏതായിരിക്കും? പാട്ടബാക്കി ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? പാട്ടബാക്കി. പിന്നെ അവരെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അല്ലെ? അത്. പിന്നെ ഏതാ കേട്ടിട്ടുണ്ടാവുക? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇതുപോലെയുള്ള പ്രസിദ്ധമായ ഏതാനും ചില നാടകങ്ങളെ കുറിച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. മലയാളത്തിലെ പ്രധാന നാടകങ്ങൾ തുടങ്ങാലോ അല്ലെ? ഇത് കാണുമ്പോ കുറേ ആയി ഇത്രയും വായിച്ചെത്തോ എന്നൊന്നും ആരും വിചാരിക്കരുത്. നമുക്ക് ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിനെ കുറിച്ച് ക്ലാസ് വരുന്നത് അടുത്ത ആഴ്ചയാണ്. അപ്പൊ അതിനുള്ളിൽ വായിച്ച് തീർത്ത് വെച്ചാൽ മതി കേട്ടാ. പാട്ടബാക്കി അത് ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ്. എഴുതിയതാരാണ്? ദാമോദരനാണ്. മറിയാമ്മ എന്നുള്ളതാണ് ആദ്യത്തെ സ്വതന്ത്ര ഗദ്യ നാടകം. അത് എഴുതിയത് കൊച്ചിപ്പൻ തരകൻ. സംഗീത നൈഷധം ഇതാണ് ആദ്യത്തെ സംഗീത നാടകം. അത് എഴുതിയത് അച്യുതമേനോനാണ്. കലി അതാണ് ആദ്യത്തെ തനത് നാടകം എന്നറിയപ്പെടുന്നത്. എഴുതിയത് CN ശ്രീകണ്ഠൻ നായർ.
മുന്നോട്ട് വീരൻ എന്നുള്ളത് ആദ്യത്തെ ഏകാംഗ നാടകമാണ്. എഴുതിയതാരാണ്? രാമവർമ്മ അപ്പനാണ് എഴുതിയത്. കാറൽ ചരിതം എന്നുള്ളത് ആദ്യത്തെ ചവിട്ടുനാടകമാണ്. അത് എഴുതിയിട്ടുള്ളത് വറീച്ചൻ ഉണ്ണാവിയാണ്. വറീച്ചൻ ഉണ്ണാവി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതിയതാരാണ്? VT ഭട്ടതിരിപ്പാട്. ഋതുമതി എഴുതിയതാരാണ്? MP വട്ടത്തിരിപ്പാടാണ്. കഥാബീജം അത് എഴുതിയതാരാണ്? ബഷീറാണ്. കഥാബീജം എഴുതിയത് ബഷീറാണ്. പുതിയ ആകാശം പുതിയ ഭൂമി, മൂലധനം, സർവേ കല്ല്, അശ്വമേധം ഇതെല്ലാം ആരുടെയാണ്? തോപ്പിൽ ബാസിയുടേതാണ്. ഗോപുരനടയിൽ എന്ന കൃതി എഴുതിയതാരാണ്? MT വാസുദേവൻ നായരാണ് ഗോപുര നടയിൽ എന്നുള്ള കൃതി എഴുതിയത്. തോറ്റില്ല ഇത് എഴുതിയതാരായിരിക്കും? തോറ്റില്ല തകഴിയാണ് എഴുതിയത്. അമ്പ അത് എഴുതിയതാരാണ്? അമ്പ എഴുതിയതാരാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. അമ്പ എഴുതിയതാരാണ്? ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പ ഏതായിരുന്നു? ഓർമ്മയില്ലേ? ഇത്ര പെട്ടെന്ന് ഓർമ്മ പോയാ? അമ്പ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ? ഉത്തരാരും പറയണില്ല. അമ്പ എന്ന കൃതി എഴുതിയതാരാണ്? അമ്പ എഴുതിയത് ഉള്ളൂരാണ്. ഉള്ളൂര് മറന്നുപോയാ? അടുത്ത് നോക്കാം. കന്യക അത് എഴുതിയതാരാണ്? കന്യക N കൃഷ്ണപിള്ളയാണ്. ഭരതവാക്യം എഴുതിയതാരാണ്? G ശങ്കരൻപിള്ളയാണ് ഭരതവാക്യം എഴുതിയത്. ദേവത്താർ, സാക്ഷി, അവനവൻ കടമ്പ, കരിങ്കുട്ടി ഇത്രയും എഴുതിയതാരാണ്? കാവാലം നാരായണ പണിക്കരാണ്. കൂട്ടുകൃഷി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടശ്ശേരി. ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് എഴുതിയതാരാണ്? PM ആന്റണിയാണ്. കാഞ്ചന സീത, സാകേതം, ലങ്കാലക്ഷ്മി ഇത് എഴുതിയതാരാണ്? CL ശ്രീകണ്ഠൻ നായരാണ്. ഇനി മാർത്താണ്ഡവർമ്മ എങ്ങനെ രക്ഷപ്പെട്ടു? ഒരു കൃതിയുടെ പേരാണ്. മാർത്താണ്ഡവർമ്മ എങ്ങനെ രക്ഷപ്പെട്ടു. പടിപ്പുര ഇത് രണ്ടും എഴുതിയതാരാണ്? നരേന്ദ്രപ്രസാദാണ്. ഒരാൾ കൂടി കള്ളനായി, കുരുക്ഷേത്രം, കാക്കപ്പൊന്ന്, വില കുറഞ്ഞ മനുഷ്യൻ ഇത് എഴുതിയതാരാണ്? SL പുരമാണ്. അടുത്തത് ജേതാക്കൾ അത് എഴുതിയതാരാണ്? ജേതാക്കൾ പൊൻകുന്നം വർക്കിയാണ്. നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി ഇത് എഴുതിയതാരാണ്? നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി? സിവിക് ചന്ദ്രൻ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി അതാരുടെയാണ്? തോപ്പിൽ ബാസിയുടേതാണ്. നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി. കമ്മ്യൂണിസ്റ്റ് ആക്കി കഴിഞ്ഞ ഒരാൾ കോൺഗ്രസ് ആക്കണല്ലോ. MP അബ്ദുള്ള കുട്ടി. ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് ആവും ഇതാരുടെയാണ്? P കേശവദേവന്റെയാണ്. ഞാൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയി? TK ഹംസ. ഓക്കെ, ഇത്രയും അടുത്ത ക്ലാസ് ആവുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് വായിച്ച് ഉറപ്പിച്ചു വെക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു സെക്ഷൻ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, പിന്നെടുത്തത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക്
നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ എക്സാമിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ കയറാം, നിങ്ങളുടെ റെസ്പോൺസസ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്യാം കേട്ടോ, മറക്കരുത്. നിങ്ങളോട് ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിന്റെ എക്സാം നാളെ ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.